السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. നമ്മെല്ലാവരെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തെ വിജയത്തിന് വേണ്ടി അന്നത്തെ ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും ഉത്തരം പറയാൻ സാധ്യമാകാൻ വേണ്ടി നാം ഈ ഭൗതികമായ ലോകത്ത് ഈ ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ദിവസത്തെ സംബന്ധിച്ച്, അന്ന് അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ആ ദിവസത്തെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, ആ ദിവസത്തെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് റബ്ബിൻ്റെ മുമ്പിൽ ഒരിക്കലും പരാജയപ്പെടാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകാൻ വേണ്ടി ഒരു മുന്നൊരുക്കം ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മോട് പറഞ്ഞു. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ബർദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വിചാരണ നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ആ ദിവസം ഒരു അടിമയുടെയും കാലുകൾ ചലിപ്പിക്കുക സാധ്യമേ അല്ല, ഹത്താ യസ്അല, അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. റബ്ബിൻ്റെ മുമ്പിൽ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായി കൃത്യമായി ഉത്തരം പറയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്താണ് ചോദ്യങ്ങൾ? അൻ ഉംരിഹി ഫീമ അഫ്നാ, അള്ളാഹു നൽകിയ ആയുസ് 40ഉം 50ഉം അതിൽ കൂടുതലും കുറവുമൊക്കെ ആയുസ് നമുക്കൊക്കെ ആയിട്ടുണ്ട്. ഈ ആയുസ് എന്തിലായി ഉപയോഗപ്പെടുത്തി? അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൃത്യമായും ഉത്തരം പറയണം. വഅൻ ഇൽമിഹി ഫീമ ഫഅല ഫീഹി, അള്ളാഹു ധാരാളം അറിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. മദ്രസയിൽ പോയും ദർസിൽ പോയും മറ്റു പല നിലക്കും ഇന്ന് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയൊക്കെ പല നിലക്കുള്ള അറിവുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. ആ അറിവനുസരിച്ച് നാം എന്തു ചെയ്തു? ഖൈർ ചെയ്തോ ഷെറ് ചെയ്തോ? നന്മകളാണോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്? അതല്ല തെറ്റുകളിലേക്ക് കൂടുതൽ വീണുപോയാണോ ചെയ്തത്? കൃത്യമായും അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ്, അള്ളാഹു നൽകിയ സമ്പത്ത് അത് നീ എങ്ങനെയാണ് സമ്പാദിച്ചെടുത്തത്? ഹലാലായ മാർഗത്തിലൂടെയാണോ? അതല്ല മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെയാണോ നേടിയെടുത്തത്? അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമ അൻഫഖഹു, ആ കിട്ടിയ ധനം നീ എന്തിലായി ഉപയോഗിച്ചു? എന്തിനു വേണ്ടി ഉപയോഗിച്ചു? നല്ല രൂപത്തിൽ ഹൈറായ ഹലാലായ വഴിയിലൂടെയാണോ? അതല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കൃത്യമായും നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ, അള്ളാഹു നൽകിയ ഈ ശരീരം, ആ ആഫിയത്ത്, ഈ യുവത്വം, ഇതെല്ലാം എന്തിലായിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ എനർജി എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു? അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ ഉയർത്താൽ നമുക്ക് പരാജയമായിരിക്കും നാളെ ആഖിറത്തിൽ സംഭവിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിരുത്തി ചിന്തിച്ചുകൊണ്ട്, ഇന്ന് ഈ ആയുസ് അള്ളാഹു നൽകി, ഈ ആരോഗ്യം അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു എനിക്ക് ധാരാളം അറിവ് പഠിക്കാൻ സൗകര്യങ്ങൾ നൽകി, അറിവ് പഠിച്ചു, ഇതെല്ലാം റബ്ബേ എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? ഇനിയുള്ള ആയുസ്സിലെങ്കിലും നന്മയിലായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിക്കണമല്ലോ. അതിന് ഏറ്റവും പറ്റുന്ന നല്ലൊരു ദിവസമാണ്, നല്ലൊരു മാസമാണ് ശഅബാൻ മാസം. അതുപോലെ തന്നെ വരാനിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് നമ്മൾ എല്ലാ നിലക്കും നന്മയിലായി നമ്മുടെ ഓരോ സമയവും ഓരോ സെക്കൻഡുകളും ഓരോ ചിന്തയും ഓരോ പ്രവർത്തനങ്ങളും എല്ലാം ഹൈറിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് അതിന് വലിയ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.